യേശുവേ, അങ്ങന്റെ പാപങ്ങൾ ക്ഷമിച്ചതിനായി സ്തോത്രം. അങ്ങയുടെ മകളാക്കി മകനാക്കി ജീവന്റെ പുസ്തകത്തിൽ എന്റെ പേരും എഴുതി സ്വർഗരാജ്യത്തിന്റെ അവകാശിയായി എന്നെ തീർത്തതിനായി നന്ദി യേശുവേ. അങ്ങയുടെ വചനം പ്രമാണിച്ച് വിശുദ്ധിയോടെ നിത്യതയിലെത്തുന്നതുവരെ അങ്ങയുടെ ഇഷ്ടം ചെയ്ത് ജീവിപ്പാൻ എനിക്ക് കൃപ നൽകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആവശ്യമായ കൃപകളെ ബലപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സാരക്കടവിലേക്ക് കടന്നു പോകുമ്പോൾ അഭിഷേകം കൊണ്ട് കർത്താവ് സഹോദരങ്ങളായി നിന്റെ മിത്രാദികളായി സകല നിന്റെ മക്കളുമായി ഞങ്ങൾ കർത്താവ് യാത്ര പുറപ്പെടുകയാണ്. ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൂടെ നടത്തുമാറാകണം. Glory Jesus of fire and the blood burning greatest spill of സാന്നിധ്യം കൂടെ ഇരിക്കും. അഭിഷേകത്തിനാവുന്ന കൂടെ കർത്താവെ ഏൽപ്പിക്കുന്നു. അധികാരത്തിന്റെ ശുശ്രൂഷ അഭിഷേകത്തോടെ കർത്താവെ ദൗത്യം ചെയ്യുവാൻ അനേക ആയിരങ്ങളെ കർത്താവെ തങ്ങളുടെ മഹത്വത്തിന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തി കണ്ട് വീട്ടിലേക്ക് ഒരുക്കുവാൻ ദൈവം പിന്നെ സഹായിക്കണമേ. സകലങ്ങളെ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. രക്ഷകനല്ലയോ പരമോന്നതൻ സ്നാനമേൽക്കുവാൻ യോർദാനാറ്റിങ്കൽ വരുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തെ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോടെ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ദൈവത്തിന്റെ സാന്നിധ്യം അങ്ങ് പകരണമേ കർത്താവേ. ദൈവകൃപയിൽ അവരെ മറച്ചുകൊള്ളണമേ കർത്താവേ. ജീവമരണവരെ എന്ന് വിശ്വസ്തയായിരിക്കാൻ ദൈവ സാന്നിധ്യം അനുഭവിച്ച ദൈവത്തിന് പ്രസാദമുള്ള മക്കളായി ശോഭിപ്പാൻ സ്വർഗം അവരെ ഒരുക്കുന്ന വലിയ കൃപയ്ക്കായി അറയ്ക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഇന്നേക്ക് 2023 വർഷങ്ങൾക്ക് മുമ്പ് മാനവരാശിയുടെ പാപപരിഹാരത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗത്തിൽ തന്റെ വിശുദ്ധ സഭയ്ക്ക് വേണ്ടി ഭൂലോകത്തിലുള്ള സകല വ്യക്തികൾക്ക് വേണ്ടി മധ്യസ്ഥനായി സ്വർഗത്തിൽ ജീവിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു വീണ്ടും തന്റെ സഭയെ ചേർക്കുവാൻ മടങ്ങി വരും.
യേശു മാത്രം ദൈവമാകുന്നു. യേശുവിനെ ദൈവവും കർത്താവുമായി ബ്രദർ വിജയകുമാർ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക എന്ന ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും ബ്രദർ താങ്കളുടെ സാക്ഷ്യവാചകത്തിന്റെ അടിസ്ഥാനത്തിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ വെള്ളത്തിൽ താങ്കളെ സ്നാനപ്പെടുത്തും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുവാനെ കർത്താവ് വരുമ്പോൾ ജീവന്റെ കിരീടം താങ്കൾക്ക് ലഭിക്കും. ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട ഏകനാമം യേശുക്രിസ്തു എന്ന നാമമാണ്. മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഇന്നേക്ക് 2023 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്നു. യേശുക്രിസ്തു തന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിച്ച ദൈവസഭയെ ചേർക്കുവാൻ വീണ്ടും വരും. യേശു മാത്രം ദൈവമാണ്. പ്രിയ സഹോദരി, യേശുവിനെ ദൈവം കർത്താവുമായി വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക എന്ന ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും പ്രിയ സിസ്റ്റർ താങ്കളുടെ സാക്ഷ്യവാചകത്തിന്റെ അടിസ്ഥാനത്തിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ വെള്ളത്തിൽ സ്നാനപ്പെടുത്തും. മരണപര്യന്തം വിശ്വസ്തയായിരിക്കും മകളെ. കർത്താവ് വരുമ്പോൾ ജീവന്റെ കിരീടം നിനക്ക് ലഭിക്കും. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടി എന്ന സാക്ഷ്യം പറയപ്പെട്ട കർത്താവായ യേശുക്രിസ്തു മാനവരാശിയുടെ പാപപരിഹാരത്തിന് വേണ്ടി ഈ ഭൂമിയിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്നു. യേശുക്രിസ്തു തന്റെ സഭയെ ചേർക്കുവാൻ വീണ്ടും മടങ്ങി വരും. യേശു മാത്രം ദൈവമാകുന്നു. യേശുവിനെ ദൈവം കർത്താവായി പ്രിയ ജോയൽ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക എന്ന ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും ജോയൽ നിന്റെ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ വെള്ളത്തിൽ ഞാൻ നിന്നെ സ്നാനപ്പെടുത്തും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം. കർത്താവ് വരുമ്പോൾ ജീവന്റെ കിരീടം കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുക. മനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീനെന്ന ദൈവവചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. യേശുക്രിസ്തു പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് വരിക. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവത്തിന്റെ വചനം ഉറപ്പിച്ച രക്ഷിതദൗത്യം ഈ ഭൂമിയിൽ ചെയ്യുകയും യേശു പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. യേശുക്രിസ്തു തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിച്ച ദൈവസഭയെ ചേർക്കുവാൻ യേശു വീണ്ടും മടങ്ങി വരും. യേശു മാത്രം ദൈവമാകുന്നു. യേശുവിനെ ദൈവം കർത്താവായി പ്രിയമകൻ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക എന്ന ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും പ്രിയമകനെ എന്നിന്റെ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ വെള്ളത്തിൽ ഞാൻ മരണപര്യന്തം വിശ്വസ്തനായിരിക്കും മകനെ. കർത്താവ് വരുമ്പോൾ ജീവന്റെ കിരീടം നിനക്ക് ലഭിക്കും. യേശുക്രിസ്തു പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. യേശു ദൈവവചനങ്ങളാലും അത്ഭുതങ്ങളാലും സുവിശേഷ സത്യങ്ങളെ ഉറപ്പിച്ച് ദൈവരാജ്യത്തെ വെളിപ്പെടുത്തി. യേശു പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. മനുഷ്യന്റെ തേജസ്കരണത്തിന് വേണ്ടി യേശുക്രിസ്തു വീണ്ടും തന്റെ സഭയെ ചേർക്കുവാൻ മടങ്ങി വരും. യേശു മാത്രം ദൈവമാകുന്നു. യേശുവിനെ ദൈവം കർത്താവായി പ്രിയ സിസ്റ്റർ താങ്കൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക എന്ന ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും താങ്കളുടെ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ സ്നാനപ്പെടും. മരണപര്യന്ത വിശ്വസ്തയായിരിക്കും മകളെ. കർത്താവ് വരുമ്പോൾ ജീവന്റെ കിരീടം നിനക്ക് ലഭിക്കും. ലോകത്തിന്റെ വെളിച്ചവും രക്ഷയുമായ കർത്താവായ യേശുക്രിസ്തു ദേശത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവത്തിന്റെ വചനത്തെ ഉറപ്പിച്ച സ്വർഗരാജ്യം പ്രസംഗിച്ചത് വെളിപ്പെടുത്തി. യേശുക്രിസ്തു പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. യേശുക്രിസ്തു തന്റെ സഭയെ ചേർക്കുവാൻ വീണ്ടും മടങ്ങി വരും. യേശു മാത്രം ദൈവമാകുന്നു. യേശുവിനെ ദൈവം കർത്താവായി പ്രിയ മകൾ ഹേമ താങ്കൾ വിശ്വസിക്കുന്നുവോ?
വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക എന്ന ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും നിന്റെ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ വെള്ളത്തിൽ നിന്നെ മരണപര്യന്ത വിശ്വസിയായിരിക്കും മകളെ. കർത്താവ് വരുമ്പോൾ ജീവൻ നിനക്ക് ലഭിക്കും. രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി തകർക്കുന്ന രാജരാജൻ സൈന്യം. കർത്താവായ യേശു ക്രിസ്തു ഭാവികളുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് വേഷത്തിൽ മനുഷ്യനായി കടന്നു വന്ന് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്നു. യേശു മാത്രം ദൈവമാകുന്നു. യേശു വീണ്ടും തന്റെ സഭയെ ചേർക്കുവാൻ മടങ്ങി വരും. യേശുവിന്റെ ദൈവവും കർത്താവായ പ്രിയ മകൾ ഭേവ താങ്കൾ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക എന്ന ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും നിന്റെ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലും ദർശനയെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ വെള്ളത്തിൽ സ്നാനപ്പെടുത്തുക. മരണപര്യന്ത വിശ്വസിയായിരിക്കും കർത്താവ് വരുമ്പോൾ ജീവന്റെ കിരീടം നിനക്ക് ലഭിക്കും. യേശു ക്രിസ്തു പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി ദേശത്തിന് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. യേശു ക്രിസ്തു അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും 3.5 വർഷക്കാലം തന്റെ പ്രേക്ഷിത ദൗത്യം ഇവിടെ ചെയ്ത് യേശു ക്രിസ്തു പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തു തന്റെ സഭയെ ചേർക്കുവാൻ വീണ്ടും മടങ്ങി വരും. യേശുവിനോട് ചേരുവാൻ, ക്രിസ്തുവിനെ ധരിക്കുവാൻ സ്നാനപ്പെടണമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു മാത്രം ദൈവമാകുന്നു. യേശുവിനെ ദൈവവും കർത്താവായി പ്രിയ അന്നമോട് വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക എന്ന ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും നിന്റെ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ മരണപര്യന്ത വിശ്വസിയായിരിക്കും മകളെ. കർത്താവ് വരുമ്പോൾ ജീവകിരീടം നിനക്ക് ലഭിക്കും. ലോകത്തിന്റെ വെളിച്ചവും പുനരുത്ഥാനവും ജീവനുമായ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവതരിച്ച് മരിച്ചു അടക്കപ്പെട്ട് യേശു ക്രിസ്തു സ്വർഗോന്നതങ്ങളിലേക്ക് കയറിപ്പോയി. തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി മധ്യസ്ഥനായി ഇന്നലെയും ഇന്നും എന്നേക്കും അനന്തനായ യേശു ക്രിസ്തു സ്വർഗത്തിൽ ജീവിക്കുന്നു. യേശു തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിച്ച ദൈവസഭയെ ചേർക്കുവാൻ വീണ്ടും യേശു മടങ്ങി വരും. യേശു മാത്രം ദൈവമാകുന്നു. യേശുവിനെ ദൈവവും കർത്തവുമായി പ്രിയ സഹോദരൻ സജി വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക എന്ന ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ താങ്കളുടെ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൽ താങ്കളെയും സ്നാനപ്പെടുത്തും. മരണവരുന്ന വിശ്വസനായിരിക്കും മകനെ. കർത്താവ് വരുമ്പോൾ ജീവകിരീടം താങ്കൾക്ക് ലഭിക്കും. രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. യേശു ക്രിസ്തു വീണ്ടും തന്നെ സഭയെ ചേർക്കുവാൻ 1000 ദൂതന്മാരുമായി ക്രിസ്തുവിലേക്ക് വീണ്ടും മടങ്ങി. യേശു മാത്രം ദൈവമാകുന്നു. യേശുവിൽ കൂടി പാപമോചനവും നിത്യജീവനുമുണ്ട്. യേശുവിനെ ദൈവവും കർത്താവായി പ്രിയ രേഷ്മ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക എന്ന ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലും വിശ്വസിയായിരിക്കും മകളെ. കർത്താവ് വരുമ്പോൾ ജീവകിരീടം ലഭിക്കും. ദൈവരാജ്യം സമീപിച്ചിരിക്കുക. അനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന ദൈവരാജ്യത്തിന്റെ സത്വവർത്തമാന മാനസാന്തര ദൂതുമായി ഇന്നേക്ക് 2023 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. യേശു ഈ ഭൂമിയിൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവത്തിന്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്തി. വിശന്നവർക്ക് ആഹാരം കൊടുത്തു, മരിച്ചവരെ ഉയർപ്പിച്ചു, രോഗികളെ സൗഖ്യമാക്കി. യേശു പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. സ്വർഗ്ഗോന്നതങ്ങളിലേക്ക് കയറിപ്പോയി. യേശു വീണ്ടും തന്നെ സഭയെ ചേർക്കുവാൻ വീണ്ടും മടങ്ങി വരും. യേശു മാത്രം ദൈവമാണ്. യേശുവിനെ ദൈവവും കർത്താവായി പ്രിയ സഹോദരി അനു വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക എന്ന ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും സിസ്റ്റർ താങ്കളുടെ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ സ്നാനം മരണപര്യന്ത വിശ്വസിയായിരിക്കും മകളെ. കർത്താവ് വരുമ്പോൾ ജീവകിരീടം നിനക്ക് ലഭിക്കും. യേശു ക്രിസ്തു പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിൽ വന്ന് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക്
സ്വർഗത്തിലേക്ക് പോയി. യേശു വീണ്ടും മടങ്ങി വരും. യേശു മാത്രം ദൈവമാണ്. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് സ്വർഗരാജ്യവും നിത്യജീവനുമുണ്ട്. യേശുവിനെ പ്രിയ കർത്താവായി ദൈവമായി പ്രിയ അപ്പച്ചൻ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും പ്രിയ അപ്പച്ചൻ താങ്കൾ പറഞ്ഞ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ വെള്ളത്തിൽ സ്നാനപ്പെടുത്തും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. കർത്താവ് വരുമ്പോൾ ജീവന്റെ കിരീടം നൽകുന്നു. എല്ലാ നാവും പാടിയിടും യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. കർത്താവ് ഈ ശുശ്രൂഷകൾ എത്രത്തോളം മാനിച്ചല്ലോ. ആയിരങ്ങളെ ദൈവരാജ്യത്തിലേക്ക് അടുപ്പിക്കുവാൻ ദൈവം ആറ്റുകാൽ ഇന്റർനാഷണൽ സിയോൻ അസംബ്ലി ദൈവസഭയെ ഇനി ഒരുക്കട്ടെ. പാസ്റ്റർ യോഹന്നാനെ, പാസ്റ്റർ സെൽവരാജിനെ, കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരെ ഉപയോഗിക്കട്ടെ. ഇന്ന് സ്നാനപ്പെട്ടവർ മരണപര്യന്തം വിശ്വസ്തരായിരിക്കാൻ ദൈവം അവരെ ശക്തീകരിച്ച് ആത്മാവിൽ നടത്തുവാനായി ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർ കെ സുരേഷ് പ്രാർത്ഥിക്കും. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ അനുഗ്രഹമായ വിശുദ്ധ ദിവസത്തിനായി ഞങ്ങൾ നന്ദിയോടെ ദേവദാസന്മാരും തീരുമാനിച്ചു അവർ പഠിപ്പിച്ച യേശു ക്രിസ്തുവിനെ വരച്ചു കാട്ടുവാൻ അവർ കാറ്റുകാലം സഭയ്ക്കിടയായി. അത് നിമിത്തം ഇന്ന് കർത്താവെ ഒത്തിരി പ്രിയപ്പെട്ടവർ ഇവിടെ സ്നാനപ്പെടുവാനായിട്ട് കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കി തീർത്തല്ലോ. ഈ പകൽക്കാലം കർത്താവെ ഈ പരസ്യമായിട്ട് ഈ കായലിന്റെ തീരത്ത് നിന്ന് കർത്താവെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എന്റെ കർത്താവിനോട് ചേരുവാൻ ഈ പ്രിയ സഭയിലെ പ്രിയ മക്കളെ ഒരുക്കിയ വലിയ കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതി ചേർത്തതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഹല്ലേലൂയ കൂടി വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും വരുന്ന ആളുകളിൽ കർത്താവെ അവസരത്തെ ഒരുക്കുന്നതിനായി സ്തോത്രം. ഇവിടെ അഭിഷിക്തദാസനെ ഈ ശുശ്രൂഷ ചെയ്യുവാൻ ഇത്രത്തോളം ബലപ്പെടുത്തിയതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇനിയും അനേകരെ കർത്താവ് ദൈവരാജ്യത്തിന്റെ വേലയ്ക്ക് ദൈവരാജ്യത്തിന്റെ പണിക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ പ്രിയ അഭിഷിക്തനെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കിടന്ന ഓരോ ദൈവാസന്മാരെ അവിടെ സഹായിക്കണമേ. എല്ലാ വിശ്വാസികളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്തിനായി പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അനേക ആത്മാക്കളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്ത് ഇന്ന് പകൽക്കാലം ഇങ്ങനെ ഒരു ശുശ്രൂഷ തന്നതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കണ്ടു നിൽക്കുന്ന പല പ്രിയപ്പെട്ടവരും വരുന്ന ആളുകളെ വിശ്വസിച്ച് യേശു കർത്താവിനെ അറിയുവാൻ കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളെ ചെയ്തതിനായി സ്തോത്രം. ശുശ്രൂഷ ഇത്രത്തോളം ബലപ്പെടുത്തിയതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ നല്ല പിതാവേ. ശത്രുഗണം ഒന്നാകെ ചെങ്കടലിൽ മുങ്ങിപ്പോയി, ശത്രുഗണം ഒന്നാകെ ചെങ്കടലിൽ മുങ്ങിപ്പോയി, വൈരിയുടെ എതിർപ്പുകൾ പാലിക്കയിൽ ഇനി, വൈരിയുടെ എതിർപ്പുകൾ പാലിക്കയിൽ ഇനി. ജയം ജയം ഹല്ലേലൂയ ജയം. പരിശുദ്ധാത്മാവിനാൽ ദൈവത്താൽ വാഴ്ത്തപ്പെട്ടവരായി തീരുവാൻ ദൈവത്തിന്റെ വാഴ്ത്തപ്പെട്ടവരായി സഹായിക്കട്ടെവരാരെയും സഹായിക്കപ്പെടാതെ അനുഗ്രഹിക്കപ്പെട്ടവരായി ദൈവം സഹായിക്കട്ടെ. നൽകിയ വച്ചന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സ്ഥാനത്തിൽ കൂടെ ഇരുന്നത് കർത്താവേ നിങ്ങൾ ഈ ദൗത്യം നിറവേറ്റാനായി സ്തോത്രം. പിന്നാലെ ഒരു വലിയ ഒരു ജനക്കൂട്ടത്തെ വലിയ കർത്താവേ ഈ ദൗത്യത്തിനായി ദൈവം ഒരുക്കുന്നതിനായി സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശു നാമത്തിൽ തന്നെ ആമേൻ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമ Oh
അവർ ജനനം മുതൽ ഭോഷ്ക് പറഞ്ഞു തെറ്റി നടക്കുന്നു. ഒഴുകി പോകുന്ന വെള്ളം പോലെ അവർ നിങ്ങളുടെ കലങ്ങൾക്ക് തീ തട്ടുന്നുമ്പേ പച്ചയായതും ചുഴലിക്കാറ്റിൽ പാർക്കളയും. അത് വരങ്ങളായി ധരിക്കട്ടെ. വെളിപ്പാടുകളാണ് ശാന്തിയുടെ വരമാണ്. ഭൂജങ്ങളുടെ അധികാരത്തിന്റെ സുരൂക്ഷകളാണ്. രാത്രി ആരാധന ആരാധനയുടെ വരനാകട്ടെ. അനുഗ്രഹിക്കട്ടെ. കർത്താവ് പറഞ്ഞു, ഇന്ന് ഈ അപ്പവും വീഞ്ഞും ഇവിടെ ഭക്ഷിച്ചു കഴിയുമ്പോൾ അമ്മേ, നിങ്ങൾ ഇതുവരെ വീട്ടുകാരോട് പോലും പറയാതെ മറഞ്ഞിരിക്കുന്നതിന്റെ രോഗങ്ങള് കർത്താവിന്റെ പകരം സൗഖ്യമാക്കാൻ പോകുകയാണ്. എത്ര വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല. കർത്താവ് രോഗശാന്തി അടിപ്പുള്ളതാണ്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ ഭരിച്ചവനെ, നമ്മുടെ വേദനകളെ ചുമന്നവനെ, തിമിരങ്ങളെ യേശുവിന്റെ നാമത്തിൽ മാറി പോകട്ടെ. കേൾവികൾ മടങ്ങി വരട്ടെ. നാവിന്റെ രുചി മടങ്ങി വരട്ടെ. മൈഗ്രേനുകൾ മാറിപ്പോകട്ടെ. അസ്ഥിയുടെ ബലം മടങ്ങി വരട്ടെ. നഷ്ടപ്പെട്ടുപോയ അനുഗ്രഹങ്ങൾ മടങ്ങി വരട്ടെ. ഊർജിയുടെ മാർഗങ്ങൾ മടങ്ങി വരട്ടെ. നഷ്ടപ്പെട്ടുപോയ കൃപകൾ മടങ്ങി വരട്ടെ. ഈ തിരുവേശയിലേക്ക് നിങ്ങൾ അടുക്കുമ്പോൾ ആത്മാവിന്റെ ശക്തിയാണ് ദൈവം നിലവിനെ മടക്കി പിടിക്കുന്നു. മടക്കി 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 നിലവിനെ മടക്കി പിടിക്കുന്നു. ചിലതിനെ മടക്കി പിടിക്കുന്നു. പാപത്തെ സ്നേഹിപ്പാ ഞാനിനി പോകില്ല. പാപത്തെ സ്നേഹിപ്പാ ഞാനിനി പോകില്ല. യേശുവേ
എന്റെ യേശുവീ പൈതല ജീവിക്കോ ഞാനിനി ക്രൂശിന്മേ കാണുന്ന ക്രൂശിന്മേ കാണുന്ന ധാരിത പ്രാണനാഥൻ എന്റെ ചാകുന്നു ക്രൂശിന്മേൽ പ്രവാചകനായ യെശയ്യാവ് 53-ാം അധ്യായത്തിൽ മശിഹാ തമ്പുരാന്റെ കഷ്ടാനുഭവങ്ങളെ വെളിപ്പാടിൽ കണ്ടെഴുതുവാനിടയായി. ഞങ്ങൾ കേൾപ്പിച്ചതാറ് വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജമാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് തുടങ്ങി മശിഹാ തമ്പുരാന്റെ കഠിനമായ പീഡാനുഭവങ്ങളെ രേഖപ്പെടുത്തുവാനിടയായി. രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ, ഉഴവ് ചാല് കീറുന്നത് പോലെ എന്റെ കർത്താവിന്റെ ശരീരം ചാട്ടവാറിന്റെ അടിയാൽ കീറപ്പെടുവാനിടയായി. കണ്ടാലാണല്ല എന്ന് തോന്നുമാർ അവൻ വികൃത രൂപിയായി തീരുവാനിടയായി. നമ്മുടെ കർത്താവിന്റെ അപ്പം നുറുക്കിയ കരങ്ങൾ, കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയ കരങ്ങൾ, കുരുടന്റെ കണ്ണു തുറന്ന, മരിച്ചവരെ ഉയർപ്പിച്ച, തൊട്ട് എഴുന്നേൽപ്പിച്ച, രോഗശാന്തി കൽപ്പിച്ച കരങ്ങൾ കാരുണ്യപാടികളാൽ അടിക്കപ്പെട്ടു. 3.5 വർഷക്കാലം എന്റെ കർത്താവ് യാത്ര ചെയ്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത കനാവിലെ കല്യാണം എന്ന് തുടങ്ങി യെരൂശലേമിലും യഹൂദിലും ശമരിയിലുമെല്ലാം യാത്ര ചെയ്ത ആ തിരുപ്പാദങ്ങൾ ചേർത്ത് വെച്ച് കാര്യം പണിയാൽ അടിക്കപ്പെട്ടു. കന്യാവും കയ്യഭാവും പീലാത്തോസും എഴുതിയ വിധികളുടെ സ്ഥാനത്തിൽ പച്ചപ്പൈമര കുരിശവൻ ചുമന്നു. ഗോൽഗോത്തയുടെ മലമുകളിൽ ഇരുകള്ളന്മാരുടെ നടുവിൽ അവൻ തൂങ്ങപ്പെട്ട് നിൽക്കുന്ന കാഴ്ച. അവന്റെ തലയിലെ മുൾക്കിരീടം ഓർക്കാൻ കഴിയട്ടെ, അവന്റെ മുഖത്തെ രോമങ്ങൾ പണിതെടുത്തത് ഓർക്കാൻ കഴിയട്ടെ, വിലാപ്രത്തുകുന്തിയ കുന്തത്തെ നമുക്ക് ഓർക്കുവാൻ കഴിയട്ടെ. നമ്മുടെ കർത്താവ് അനുഭവിച്ച കഷ്ടാനുഭവങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നമ്മളെ മകളാക്കുവാൻ, അന്ധകാരത്ത് അത്ഭുത പ്രകാശത്തിലേക്ക് രാജപുരോഹിത വർഗമാക്കി തീർക്കുവാൻ നമ്മുടെ കർത്താവ് അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെ ഓർക്കുവാൻ കഴിയട്ടെ. യേശുവേ, നിന്റെ രക്തത്തിന്റെ വില, നിന്റെ വീണ്ടെടുപ്പിന്റെ മഹത്വം, ക്രൂശ് മരണത്തിന്റെ വലിപ്പം ഞങ്ങൾ തിരിച്ചറിയുന്നു എന്ന് ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് പറയുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ക്രൂശ് മരണത്തെ ധ്യാനിക്കുമ്പോൾ തന്നെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ കർത്താവിൽ നിന്ന് പ്രാപിച്ച് തിരുമേശയുടെ കൽപ്പനകൾ നൽകുവാനിടയായി. 11-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തത് എന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവനപ്പമെടുത്ത് സ്തോത്രത്തിൽ നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം കുടിക്കുമ്പോഴൊക്കെ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങളെ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് ഒരുപോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെ താൻ ശോധന തീർത്ത് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേദിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. നാം വിധിക്കപ്പെടുന്നുവെങ്കിലോ ലോകത്തോടുകൂടി ശിക്ഷാവധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കടിക്കുകയാകുന്നു. അക്കരങ്ങളെ ഒന്ന് മാറോട് ചേർത്ത് വെച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ, ഇന്ന് പകലിനോട് ക്ഷമിക്കണമേ. ദൈവമേ, നിന്നിലേക്ക് തക്കവണ്ണം കൃപയുണ്ടാകണമേ. കരുണയുടെ മുഖത്ത് പ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് തരണമേ. കടുംചുവപ്പായ രക്താംബരം പോലെ ചുവപ്പായ ഭംഗി പോലെ വെളുപ്പിക്കുന്ന യേശുവിന്റെ രക്തത്തിൽ നമുക്ക് ആശ്രയിക്കാം. Thank you, Holy Spirit. We praise you, the Lord. ജീവിതങ്ങൾ ഒരു പുതിയ ജീവിതം നയിക്കുവാൻ ദൈവത്തോട്
കൂടെ എടുക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നടക്കുന്ന ഹല്ലേലൂയ കൃപയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അത് കഴിക്കുമ്പോൾ ഹല്ലേലൂയ അങ്ങയുടെ ഹല്ലേലൂയ ദൈവശക്തി അവരിൽ വ്യാപരിക്കുവാൻ ദൈവയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതനുസരിച്ച് മുമ്പോട്ട് പോകുവാൻ ദൈവം സംസാരിക്കുന്ന ദിവസങ്ങളാകുവാൻ ദൈവയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ കൊടുക്കുന്ന കർത്താവിന്റെ ദാസന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കൃപാവരങ്ങൾ ദൈവമായി കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ കരങ്ങളിൽ വഹിച്ചുകൊള്ളുമാറാകണമെന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞു പോകുമ്പോൾ ഒരു പുതിയ മനുഷ്യനാകുവാൻ എല്ലാവരും ആ കരങ്ങളെ ഈ അപ്പത്തിന് നേരെ നീട്ടിപ്പിടിച്ചാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഇന്നേക്ക് 2023 വർഷങ്ങൾക്ക് മുമ്പ് നല്ല ഗോതമ്പ് മണിയായിരുന്ന അങ്ങ് കർത്താവേ, ദൈവക്രോധത്തിന്റെ ചക്കിന്റെ ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടല്ലോ. അങ്ങയുടെ ഉടയപ്പെട്ട നുറുങ്ങപ്പെട്ട തകരപ്പെട്ട തിരുശരീരത്തെ ഞങ്ങൾ ഓർക്കുകയാണ് കർത്താവേ. ഈ അപ്പത്തെ അങ്ങ് ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകണമേ കർത്താവേ. ഈ അപ്പം ഭക്ഷിക്കുമ്പോൾ അങ്ങയുടെ തിരുശരീരത്തെ സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ജീവൻ സമൃദ്ധിയും നൽകുന്ന അങ്ങയിൽ ആശ്രയിച്ച് ഞങ്ങൾ ഭക്ഷിപ്പാനിടയാക്കണമേ. സ്തോത്രം പറഞ്ഞ് ഞങ്ങൾ മടക്കി പ്രാപിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പം എടുത്തു, സ്തോത്രം ചെയ്തു നുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് പങ്കിട്ട് കൊടുത്തു. ഇത് ഭക്ഷിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയാണ് പറഞ്ഞു. നമുക്ക് വേണ്ടി കാലിൽ ക്രൂശിൽ തകർക്കപ്പെട്ട യേശുവിന്റെ ശരീരത്തെ ഓർത്തുകൊണ്ട് ഈ അപ്പം പ്രാർത്ഥനയോടെ വാങ്ങി ഭക്ഷിപ്പാൻ കഴിയട്ടെ. അപ്പം എല്ലാവർക്കും കരങ്ങളിൽ വെച്ചിരിക്കാം. ഒരുമിച്ച് ഒരുമിച്ചാണ് ഭക്ഷിക്കാൻ പോകുന്നത്. എല്ലാവരും സ്തോത്രത്തോടെ അപ്പം സ്വീകരിക്കട്ടെ. അപ്പം ഒന്നെടുത്തവൻ വാഴ്ത്തി നുറുക്കി നൽകി. അപ്പം ശിഷ്യർക്ക് തൃപ്പാദം തൊഴുന്ന തന്നോടെ ശിഷ്യർക്ക് അരുളി തൃപ്പാദം തൊഴുന്ന തന്നോടെ ശിഷ്യർക്ക് തൃപ്പാദം തൊഴുന്ന തന്നോടെ ശിഷ്യർക്ക് തൃപ്പാദം തൊഴുന്ന തന്നോടെ ശിഷ്യർക്ക് തൃപ്പാദം തൊഴുന്ന തന്നോടെ ശിഷ്യർക്ക് അപ്പം ഒന്നെടുത്തവൻ വാഴ്ത്തി നുറുക്കി അരുളി അപ്പം ഒന്നെടുത്തവൻ വാഴ്ത്തി നുറുക്കി അരുളി തൃപ്പാദം തൊഴുന്ന തന്നോടെ ശിഷ്യർക്ക് അപ്പം ഒന്നെടുത്തവൻ വാഴ്ത്തി നുറുക്കി അരുളി അപ്പം ഒന്നെടുത്തവൻ വാഴ്ത്തി നുറുക്കി അരുളി തൃപ്പാദം തൊഴുന്ന തന്നോടെ ശിഷ്യർക്ക് തൃപ്പാദം നുറുക്കി അരുളി അപ്പം ഒന്നെടുത്തവൻ വാഴ്ത്തി നുറുക്കി അരുളി തൃപ്പാദം തൊഴുന്ന തന്നോടെ ശിഷ്യർക്ക് തൃപ്പാദം തൊഴുന്ന തന്നോടെ ശിഷ്യർക്ക്. ഭക്ഷിക്കുന്നത് വിശ്വാസത്തോടെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട തിരുശരീരത്തെ ഓർത്ത് ഞങ്ങൾ ഭക്ഷിക്കുന്നു. ഇത് ഞങ്ങൾക്ക് ജീവൻ ഉണ്ടാകട്ടെ, ഞങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകട്ടെ, ഞങ്ങൾക്ക് ആരോഗ്യമുണ്ടാകട്ടെ, ഞങ്ങൾക്ക് സൗഖ്യമുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ സ്തോത്രത്തോടെ ഒരുമിച്ച് ഭക്ഷിക്കാം. അപ്പത്തെ ഈ പാനപാത്രം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നല്ല മുന്തിരിയായിരുന്ന അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കർത്താവേ, ദൈവക്രോധത്തിന്റെ ചക്കിന്റെ തകർക്കപ്പെടെ ഞങ്ങൾ ഓർക്കുകയാണ്. ഞങ്ങളുടെ രക്ഷയ്ക്ക്, ഞങ്ങളുടെ പാപമോചനത്തിന്, സാധാന്യ ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതലിന്, അന്ധകാര ആഭിചാര മന്ത്രവാദ ശക്തികളെ, ഭയപ്പെടുന്ന ഒഴുകപ്പെട്ട കാൽവരിയിലെ രക്തത്തെ ഇന്ന് പകൽ ഞങ്ങൾ ഓർക്കുകയാണ് കർത്താവേ. ഈ പാനപാത്രം ഞങ്ങൾ കുടിക്കുമ്പോൾ ഞങ്ങൾക്ക് ജീവന്റെയും സമൃദ്ധിയുടെയും അനുഭവം ഉണ്ടാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.
കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി പാനപാത്രം എടുത്ത് സ്തോത്രം ചെയ്തു. സ്തോത്രം സ്തോത്രം. ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്തു. ഇത് കുടിക്കുമ്പോഴൊക്കെ ഇവന്റെ ഓർമ്മയ്ക്കായി ചെയ്തു. നമുക്ക് വേണ്ടി മുറുകപ്പെട്ട ഒഴുകപ്പെട്ട ആ കാൽവരിയിൽ യേശുവിന്റെ തിരുരക്തത്തെ ഓർത്തുകൊണ്ട് ഈ വീഞ്ഞിൽ നിന്ന് നമുക്ക് പങ്കാളികളാകാൻ കഴിയട്ടെ. നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചോ, ജീവൻ കൊടുപ്പാനായി നീ മരിച്ചോ. തിരുരക്തത്തെ ഓർത്തുകൊണ്ട് ഞങ്ങളിതിൽ ഭാഗവാക്കാകുന്ന കർത്താവേ, രോഗശാന്തി സംഭവിക്കട്ടെ. അന്ധകാര ദുർഭൂത പൈശാചിക മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ കട്ടളമേലും കുറുമ്പടിമേലും രക്ത അടയാളം വെച്ച സംഹാരദൂതനെ മാറ്റി നിർത്തിയ കുഞ്ഞാടെ ആ രക്തത്തെ ഞങ്ങൾ ഓർക്കുകയാണ്. കാൽവറിയിലെ രക്തത്തെ ഞങ്ങൾ ഓർക്കുന്നു. ക്രൂശിലെ രക്തം ഞങ്ങൾ ഓർക്കുന്നു. ജീവനുണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. സ്തോത്രം സ്തോത്രം സ്തോത്രത്തോടെ കൂടി അപ്പത്തെയും മാനപാത്രത്തെയും അനുഗ്രഹിച്ചെന്ന കർത്താവിനെ കരങ്ങളെ അടിച്ച് അല്പം മിനിറ്റുകൾ സ്തോത്രം ചെയ്ത സ്തോത്രത്തോടെ എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ദൈവ സ്വപ്നങ്ങൾ കാണിച്ച് ഒരിക്കലും സ്നാനപ്പെടത്തില്ല, ഒരിക്കലും ആലയത്തിൽ വരത്തില്ലെന്ന് പറഞ്ഞ കഠിനമായ ചില മനസ്സുകളെ ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഹരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ആറ്റുകാലിന്റെ 3 കിലോമീറ്റർ ചുറ്റാതെ തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് ഭാഗങ്ങളിൽ നിന്ന് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി വ്യക്തികളുടെ കടന്നു. അടുത്ത ദിവസങ്ങളിൽ പലരും നമ്മുടെ കൂടെ കൃപാവരങ്ങളെ പ്രാപിക്കുന്നവരാകണം. സഭായോഗങ്ങൾ മുടക്കല്ല. എല്ലാ മീറ്റിങ്ങുകളിൽ നിങ്ങൾ കൃത്യമായിട്ട് വരണം. TV സീരിയൽക്കോ സിനിമകൾക്കോ യൂട്യൂബ് ചാനലുകളിലോ നിങ്ങൾ അഡിക്റ്റ് ആയി നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾ ഒഴിവാക്കല്ല. ദൈവം നിങ്ങളെ കാവൽക്കാരായി വച്ചിരിക്കുന്നു, ദേശത്തിന്റെ വിളക്കുകളായി വച്ചിരിക്കുന്നു.